ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് ചിന്തിക്കുവാൻ വേണ്ടി ദൈവം തരുന്ന വചനം, ദൈവം ആരാണ്, ദൈവത്തിൻ്റെ പ്രവൃത്തി എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ആവർത്തന പുസ്തകം 10-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ 17-ഉം 18-ഉം വചനങ്ങൾ നമുക്ക് വായിക്കാം. നിങ്ങളുടെ ദൈവമായ യഹോവ ദേവാദി ദൈവവും കർത്താദി കർത്താവുമായ വല്ലഭനും ഭയങ്കരനുമായ മഹാദൈവമല്ലോ. അവൻ മുഖം നോക്കുന്നില്ല, പ്രതിഫലം വാങ്ങുന്നില്ല. അവൻ അനാഥന്മാർക്കും വിധവമാർക്കും ന്യായം നടത്തി കൊടുക്കുന്നു. പരദേശിയെ സ്നേഹിച്ച് അവന് അന്നവും വസ്ത്രവും നൽകുന്നു. ആകയാൽ നിങ്ങൾ പരദേശിയെ സ്നേഹിപ്പീൻ. നിങ്ങളും മിസ്രയീം ദേശത്ത് പരദേശികളായിരുന്നുവല്ലോ. നിന്റെ ദൈവമായ യഹോവയെ നീ ഭയപ്പെടണം, അവനെ സേവിക്കണം, അവനോട് ചേർന്നിരിക്കണം, അവൻ്റെ നാമത്തിൽ സത്യം ചെയ്യണം. അവൻ ആകുന്നു നിന്റെ പുകഴ്ച, അവനാകുന്നു നിന്റെ ദൈവം. നോക്കിക്കേ, നമ്മുടെ ദൈവം എത്ര വലിയ ദൈവമാണെന്ന് അവിടെ വെളിപ്പെടുത്തുകയാണ്. നമ്മുടെ ദൈവം ദേവാദി ദൈവവും കർത്താദി കർത്താവും വല്ലഭനും ഭയങ്കരനുമായ ദൈവമാണ്. അവൻ ആരുടെയും മുഖം നോക്കുന്ന ദൈവമല്ല, പ്രതിഫലം വാങ്ങുന്ന ദൈവമല്ല എന്ന് ദൈവം വചനത്തിൽ നമ്മെ പഠിപ്പിക്കുകയാണ്. നാം ദൈവത്തിന് വല്ലതും കൊടുത്തിട്ട് കാര്യം സാധിക്കുവാൻ ഇടയാകില്ല. കാരണം അവൻ ആരുടെയും ഒന്നും വാങ്ങുന്ന ദൈവമല്ല. ആയതുകൊണ്ട് നാം ആ ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിച്ച് ആ ദൈവത്തിന് തക്ക മഹത്വം കൊടുത്തുകൊണ്ട് ജീവിപ്പാൻ ഇടയായാൽ നമുക്ക് നമ്മുടെ മേൽ ന്യായം നടത്തി തരുന്ന ദൈവമാണ്, ദൈവത്തെ പകർന്നു തരുന്ന ദൈവമാണ്, ന്യായം പ്രവർത്തിക്കുന്ന ദൈവമാണ്, സ്നേഹിക്കുന്ന ദൈവമാണ് എന്ന് അവിടുത്തെ വചനത്തിൽ എഴുതിയിരിക്കുകയാണ്. ഈ വലിയവനായ ദൈവത്തെ സ്നേഹിച്ച് ജീവിപ്പാൻ, ഭയപ്പെട്ട് ജീവിപ്പാൻ നമുക്കിവിടെയായി തീരട്ടെ. ദൈവനാമം മഹത്വമെടുക്കുമാറാകട്ടെ. ആമേൻ.